ഓണൊക്കെയല്ലേ വരുന്ന ഓണസദ്യയിൽ ഒഴിച്ചുവിടാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമ്മുടെ മധുരപ്പച്ചടി പൈനാപ്പിൾ പച്ചടി എന്ന് പറയുന്ന ഈ ഒരു വിഭവം. അതെങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ നോക്കിയാൽ അപ്പോൾ ചട്ടിയിലേക്ക് ഇത് ഒരു മുക്കാൽ ഭാഗത്തോളം പൈനാപ്പിൾ ഞാൻ കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാ ഭാഗത്തോളം പൈനാപ്പിൾ അരച്ച് ചേർക്കുന്നുണ്ട്. 1.5 ഗ്ലാസ് വെള്ളവും 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ആക്കിയിട്ട് ഫുൾ ഫ്ലെയിമിൽ അടുപ്പത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ. പൈനാപ്പിൾ വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് ഒരു മുറി തേങ്ങ, പച്ചമുളക്, കടുക്, ജീരകം എന്നിവ ഇട്ടിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത പൈനാപ്പിളിൻ്റെ ഇതിനനുസരിച്ച് 2 ബെല്ലം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി തിളച്ച് ഇതായി പാകത്തിനായി വന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ചേർത്തു. അത് നന്നായി തിളച്ച് ഉപ്പൊക്കെ പാകത്തിനുള്ളത് നോക്കിയിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നൊരു ഇതാണ് തൈര് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ തൈരിൻ്റെ പുളി അനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യാവുന്നതാണ്. അതും കൂടി ഒഴിച്ച് നന്നായി തിളച്ച് വരുമ്പോൾ കടുകും മുളകും പൊട്ടിക്കുക. അത്രയ്ക്കുള്ളൂ. ഈസി ആയിട്ട് തയ്യാറാക്കുക. എല്ലാവരും തയ്യാറാക്കി നോക്കണേ.